ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഞാൻ അച്ഛമ്മയുടെ വീട്ടിലാണ് കേട്ടുള്ളത്. അച്ഛമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് റേഡിയോ ഒക്കെ ഓണാക്കി വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എണീക്കുന്നത്. അച്ഛമ്മ 5 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ ഞാൻ എഴുന്നേക്കുന്നത് 6 മണിക്കാണ് കേട്ടോ. അപ്പോഴത്തേനും അച്ഛമ്മ വിളക്കൊക്കെ കൊളുത്തി നല്ല കുട്ടിയായിട്ട് പാലൊക്കെ മേടിക്കാൻ പോകും കേട്ടോ. ഇവിടെ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ അച്ഛമ്മക്ക് ചായ കുടിക്കണം നിർബന്ധമാണ്. അതുകൊണ്ട് അവരിങ്ങനെ കൊണ്ടുവരാനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല കേട്ടോ. മൂപ്പർ തന്നെ പോയിട്ട് മേടിക്കും. അങ്ങനെ പിന്നെ നല്ല മഴ പെയ്ത് ഇങ്ങനെ തോർന്ന ആ ഒരു കാലാവസ്ഥയാണ്. രാത്രിയിൽ നല്ല മഴയായിരുന്നു. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴയുണ്ട്. അപ്പം അച്ഛമ്മ ഇതാ സൊസൈറ്റിയിലേക്ക് പോകണം കേട്ടോ, പാല് മേടിക്കാനായിട്ട്. അപ്പം അച്ഛമ്മ പോയപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളിന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നൂൽപുട്ടെന്ന് പറയാം. നിങ്ങളവിടെ എന്താ പറയുക? ഇടിയപ്പം അല്ലേ? ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇടിയപ്പം വിത്ത് കടലക്കറി. അപ്പോൾ ഞാൻ അതിങ്ങനെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണേ. തേങ്ങയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അച്ഛമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ മൂടി വയ്ക്കാം. അപ്പോൾ കടല പുറത്തുനിന്ന് വേവുന്നുണ്ട് കേട്ടോ. കുക്കറിലിട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഇടിയപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അച്ഛമ്മ പാലൊക്കെ മേടിച്ച് വന്ന് ഒരു ചായയൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 1/2 ഗ്ലാസ് ചായ അടിച്ച് മാറ്റി കുടിക്കുകയാണ്. ഞാൻ ചായ പൊതുവേ കുടിക്കാറില്ല. പക്ഷേ അച്ഛമ്മ കുടിക്കുമ്പോൾ എനിക്ക് കൊതി വരുന്നു. അപ്പോൾ ഞാൻ പകുതി ചായ എടുത്ത് കുടിക്കുകയാണ്. ചായ അഡിക്റ്റായിരുന്നു കേട്ടോ. ഞാനത് കുറേ ശ്രമിച്ചിട്ടാണ് മാറ്റിയെടുത്തത്. അപ്പം നമ്മുടെ മുത്തുമണി അപ്പത്തേനും വന്നിട്ടുണ്ട്. ഇത് ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ, അമ്മയുടെ ചുന്ദരി കുട്ടി. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മൂപ്പർ ഇപ്പത്തേക്ക് വന്നു കേട്ടോ. അച്ഛമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര എപ്പോഴും നല്ലൊരു ഹാപ്പി മൂഡായിരിക്കും. പിള്ളേരും പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ കസിൻസും പിന്നെ അവരുടെ വൈഫും എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വീട്ടിലേക്ക് വന്നു. കാരണം ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നേ. ഇത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛമ്മയുടെ തന്നെ നൈറ്റിയാണ് കേട്ടോ. അച്ഛമ്മ പഴയ കാലത്തെ ആൾക്കാർ ഇടില്ലേ ഇങ്ങനെ ബ്ലൗസും മുണ്ടും അതുപോലെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ കുറേ നിർബന്ധിച്ചിട്ടാണ് നൈറ്റി ഇപ്പോൾ ഇടാറുണ്ട്. ഇപ്പോൾ 2-3 നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു മാസം അങ്ങനെ ഇത് മേടിച്ചിട്ട് കേട്ടോ. എന്നോട് പോകുമ്പോൾ ചോദിക്കും നൈറ്റി അടിച്ചോന്ന്. അപ്പോൾ ഇത് ഇന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് തയ്ച്ചു കൊടുത്തു. കൂട്ടത്തിലൊരു സ്കേർട്ടും കൂടി, അതായത് മുണ്ടിൻ്റെ താഴെ ഇടുന്ന സ്കേർട്ടില്ലേ, മുമ്പത്തെ കാലത്ത് ആൾക്കാർ ഇടുന്നില്ലേ ഇങ്ങനെ ഫ്രില്ലുള്ള തരത്തിലുള്ള സ്കേർട്ട്. അപ്പോൾ അതുകൂടി ഞാൻ തയ്ച്ചു കൊടുത്തു. ഇത് കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് സ്കേർട്ട് കേട്ടോ. അപ്പോൾ അതുകൂടി തയ്ച്ചു വെച്ചു. ഇത് ഞാൻ നൈറ്റി തുണിയില്ലേ, നമ്മുടെ മാക്സി തുണിയില്ലേ, അത് വെച്ചിട്ട് തയ്ച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. നൈറ്റിയൊന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ പാൻറ്റും ടോപ്പും വെച്ച് നമുക്ക് തയ്ച്ചിടാം. അപ്പോൾ 3 മീറ്ററല്ലേ ഉണ്ടാവുക നൈറ്റി തുണി. അതിൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്ക്കാം കേട്ടോ. നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ തയ്ക്കുന്ന ആൾക്കാരാകുമ്പോൾ എന്താ ഒരു പ്രശ്നം അറിയോ? ഇടയ്ക്കിടയ്ക്ക് ഈ അടുക്കളയിലേക്ക് ഓടിക്കൊണ്ടിരിക്കണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അല്ലേ. ഷോപ്പൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഷോപ്പിലിരുന്ന് തയ്ക്കാൻ രാവിലെ തന്നെ നമ്മുടെ പണിയൊക്കെ ഒരുങ്ങും. വീട്ടിലാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് ഓടണം, പിന്നെ തുണി ആറിയിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടി ഓടണം, അങ്ങനെയൊക്കെയല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനിടയിൽ കിച്ചണിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് വന്നിട്ടാ. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഒരു ഡ്രസ്സ് കണ്ടിട്ട് അതുപോലെ ക്ലോത്ത് ഞാൻ തപ്പി നടക്കുകയായിരുന്നേ. അപ്പോൾ മീഷോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്തേട്ടാ. ഇതിൻ്റെ പിൻട്രസ്റ്റിൽ ആ ഒരു പിക്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാവേ. പിന്നെ ഈ ഒരു ക്ലോത്തില്ലേ, ഇതെൻ്റെ കയ്യിൽ ഒരുപാട് നാളായിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇതിൽ ആരി വർക്ക് ചെയ്ത് പഠിച്ചതാണ്. കണ്ടോ, വലിയ പെർഫെക്ഷനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കിത് വേസ്റ്റായി കളയണ്ടല്ലോ. ഞാനിത് വെച്ചിട്ടൊരു കഫ്താൻ തയ്ക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഞാനതിന് വീനൊക്കെ കൊടുത്ത് കഫ്താൻ തയ്ച്ചു. അതിൻ്റെ പിക്കും സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. കഫ്താനായിട്ട് വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് അതൊരു ഫ്രോക്ക് ടൈപ്പ് അല്ലേ, അപ്പം നമുക്കത് തയ്ച്ചെടുക്കാവേ. ഇത് 5 മീറ്ററാണ് കേട്ടോ ഉള്ളത്. 200 സംതിങ്ങേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പം നമുക്കും തയ്ച്ചെടുക്കാം. ബാക്കിയുള്ളത് വെച്ച് നമ്മുടെ കുട്ടികൾക്കും തയ്ച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് മീഷോയിൽ ഈ ഒരു ഫ്രോക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ അധികം ഫ്ലെയറായിട്ട് നമുക്ക് ആ ഒരു ഫ്രോക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തുണി വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് എത്ര ഫ്ലെയർ വേണോ അത്രയും വെച്ചടിക്കാം. അപ്പോൾ ഇതുപോലെ സ്ക്വയറിനൊക്കെ കൊടുത്തു. പിന്നെ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കണ്ടാലോ? എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ, നല്ല രസമുണ്ട് കാണാൻ. ഇതുപോലെ കുട്ടി സ്ലീവൊക്കെ കൊടുത്തിട്ടുണ്ട്, പഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? ഞാൻ ദൂരെ നിന്നിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നല്ലൊരു ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് കേട്ടോ. തയ്ക്കുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഈ ഒരു ക്ലോത്ത് മേടിച്ച് നോക്കും. കണ്ടോ? താഴെ ഇങ്ങനെ ഫ്രിൽസ് വന്നിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഫുൾ ലെങ്ത് അല്ല, കുറച്ചിങ്ങനെ താഴ്ത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്? കമൻറ്റ് ചെയ്യണേ, പിന്നെ ലൈക്കും കൂടി ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ.